നിങ്ങൾ നോമ്പുകാരായി വേറെ ആരെങ്കിലും ചീത്ത പറയുകയോ അല്ലെങ്കിൽ അവരെ തെറി വിളിക്കുകയോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുകയോ നിങ്ങൾ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളെ ഇങ്ങനെ ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും ഈ രണ്ട് വിഷയവും നമ്മൾ ഗൗരവത്തിലെടുക്കണം. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. അനാവശ്യമായിട്ടുള്ള വാക്കോ പ്രവൃത്തിയോ ഒഴിവാക്കാതെ നോമ്പ് നോൽക്കുന്നുവെങ്കിൽ അവന അന്നപാനീയങ്ങൾ ത്യജിക്കുന്നതിൽ, അത് ഒഴിവാക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ്, നമ്മൾ നോമ്പുകാരനാണെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള വാക്കും പ്രവൃത്തിയും ഒന്നും നമ്മളിൽ നിന്നുണ്ടാവാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇനി ആരെങ്കിലും ഇങ്ങോട്ട് നമ്മോട് ഇത് പറഞ്ഞ പോലെ ചീത്ത പറയുകയോ മറ്റു അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവൻ ഫല്യഖുൽ ഇന്നി സായിമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന് അവനോട് പറഞ്ഞു കൊള്ളട്ടെ എന്നാണ്. ആ നോമ്പ് എന്നുള്ള കാരണം കൊണ്ട്, അവൻ നോമ്പുകാരനാണ് എന്നുള്ള കാരണം കൊണ്ട് അവനിക്കൊരു മഹത്വമുണ്ടെന്നും അവനെ ഈ തരത്തിലുള്ള ചീത്തവിളികൾക്കോ പരിഹാസങ്ങൾക്കോ ഇരയാക്കാൻ പറ്റില്ല എന്നുമൊക്കെ ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ നോമ്പുകാരനാണ് എന്നുള്ളത് മറ്റുള്ളവൻ അറിയിക്കാനല്ല, മറിച്ച് അവിടെ നടക്കുന്ന ആ പ്രശ്നമില്ലാതിരിക്കാൻ. കാരണം ഇങ്ങോട്ട് പറഞ്ഞവനെ തിരിച്ച് അങ്ങോട്ട് പറയുന്ന ഒരവസ്ഥ, നോമ്പുകാരന്റെ നാവിൽ നിന്ന് അനാവശ്യമായിട്ടുള്ള വാക്ക് വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് അനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വരുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പറ്റില്ല എന്ന നിലക്കാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. ഇങ്ങോട്ട് അനാവശ്യമായിട്ട് ഇടപെടുകയോ അനാവശ്യമായി പെരുമാറുകയോ ചെയ്തവനോട് നമ്മൾ ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ് അവൻ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും നാം അതിൽ നിന്ന് സ്വയം പിന്തിരിയാനും ശ്രമിക്കണമെന്നാണ് ഈ ഹദീസിന്റെ താല്പര്യം. അള്ളാഹു നമുക്കത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.